ഓം ശാന്തി 18-12-2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ആത്മാക്കളുടെയും പരമാത്മാവിന്റെയും മിലനം തന്നെയാണ് സത്യമായ സംഗമം അല്ലെങ്കിൽ കുംഭമേള. ഈ മിലനത്തിലൂടെ നിങ്ങൾ പാവനമാകുന്നു. സ്മരണാർത്ഥം പിന്നീട് ആ മേള ആഘോഷിക്കുന്നു. ചോദ്യം: നിങ്ങൾ കുട്ടികൾക്ക് ഏത് കാര്യത്തിൽ വളരെ വളരെ സാമർഥ്യം വേണം? ഉത്തരം: ജ്ഞാനത്തിന്റെ എന്ത് സൂക്ഷ്മ കാര്യങ്ങളുണ്ടോ അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ വളരെ സാമർഥ്യം വേണം. യുക്തിയോടെ ഭക്തിമാർഗത്തെയും ജ്ഞാനമാർഗത്തെയും വ്യക്തമാക്കണം. ഇതുപോലെ മനസ്സിലാക്കി കൊടുക്കണം. ഏതുപോലെയാണോ എലി ഊതുകയും കടിക്കുകയും ചെയ്യുന്നത്, അതുപോലെ സേവനത്തിന്റെ യുക്തികൾ രചിക്കണം. കുംഭമേളയിൽ പ്രദർശിനി വെച്ച് അനേക ആത്മാക്കളുടെ മംഗളം ചെയ്യണം. പതീതത്തിൽ നിന്ന് പാവനമാകുന്നതിന്റെ യുക്തി പറഞ്ഞു കൊടുക്കണം. ഗീതം: ഈ പാപത്തിന്റെ ലോകത്തിൽ നിന്ന്. ഓം ശാന്തി. അച്ഛനിരുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. പാപത്തിന്റെ ലോകത്തെ കലിയുഗി, പതീത, ഭ്രഷ്ടാചാരി ലോകമെന്ന് പറയുന്നു. അതുപോലെ പിന്നെ പുണ്യത്തിന്റെ ലോകത്തെ സത്യുഗി, പാവന, ശ്രേഷ്ഠാചാരി ലോകമെന്ന് പറയുന്നു. പരമാത്മാവ് തന്നെയാണ് വന്ന് പുണ്യാത്മാ, പവിത്രാത്മാ അല്ലെങ്കിൽ പുണ്യത്തിന്റെ ലോകം ഉണ്ടാക്കുന്നത്. മനുഷ്യർ വിളിക്കുന്നുണ്ട് പതീത പാവനനായ ബാബയെ. എന്തുകൊണ്ടെന്നാൽ സ്വയം പാവനമല്ല. അഥവാ പതീത പാവനി ഗംഗയാണ് അല്ലെങ്കിൽ ത്രിവേണിയാണ് എന്നാണ് കരുതുന്നതെങ്കിൽ പിന്നെന്തിനാണ് വിളിക്കുന്നത് അല്ലയോ പതീത പാവന വരൂ എന്ന്? ഗംഗ അല്ലെങ്കിൽ ത്രിവേണി ഇവിടെ തന്നെയുണ്ട്. അതുണ്ടായിട്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ബുദ്ധി വീണ്ടും പരമാത്മാവിലേക്ക് പോകുന്നു. പരംപിത പരമാത്മാ ആരാണോ ജ്ഞാനസാഗരനായിട്ടുള്ളത് അവരാണ് വരേണ്ടത്. കേവലം ആത്മാവെന്നല്ല, പവിത്ര ജീവാത്മാവെന്നാണ് പറയുക. ഇപ്പോൾ പാവന ജീവാത്മാവായി ആരും തന്നെ ഇല്ല. പതീത പാവനനായ ബാബ വരുന്നത് തന്നെ അപ്പോഴാണ്. എപ്പോഴാണോ സത്യുഗി പാവന ലോകത്തിന്റെ സ്ഥാപന ചെയ്യേണ്ടതും കലിയുഗി ലോകത്തെ നശിപ്പിക്കേണ്ടതും. തീർച്ചയായും സംഗമയുഗത്തിൽ തന്നെയാണ് വരിക. സംഗമത്തെ കുംഭമെന്നും പറയുന്നു. ത്രിവേണിയുടെ സംഗമമുണ്ട്. അതിന്റെ പേരാണ് കുംഭമെന്ന് വെച്ചിട്ടുള്ളത്. പറയുന്നു 3 നദികൾ പരസ്പരം കൂടിച്ചേരുന്നു. വാസ്തവത്തിൽ 2 നദികളാണുള്ളത്. മൂന്നാമത്തെ നദി ഗുപ്തമാണെന്നാണ് പറയുന്നത്. എങ്കിലെന്താ, ഈ കുംഭമേളയിൽ പതീതത്തിൽ നിന്ന് പാവനമാകാനാകുമോ? പതീത പാവനന് തീർച്ചയായും വരണം. ജ്ഞാനത്തിന്റെ സാഗരം അതാണ്. പതീത ലോകത്തെ പാവനമാക്കുക, കലിയുഗത്തെ സത്യയുഗമാക്കുക. ഇത് പരമാത്മാവിന്റെ മാത്രം കർത്തവ്യമാണ്, അല്ലാതെ മനുഷ്യരുടേതല്ല. ഇവിടെ എല്ലാവരും അന്ധവിശ്വാസത്തിലാണ്. ഇപ്പോൾ അന്ധർക്ക് ഊന്നുവടി വേണം. നിങ്ങളിപ്പോൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ഊന്നുവടിയായിരിക്കുന്നു. ഊന്നുവടികളും പലതരത്തിലുണ്ട്. ചിലത് 100 രൂപയുടേതും ചില വടി 2 രൂപയ്ക്കും ലഭിക്കും. ഇവിടെയും എല്ലാം നമ്പർ വൈസാണ്. ചിലരാണെങ്കിൽ വളരെ സർവീസബിൾ ആണ്. രോഗമുണ്ടാകുമ്പോൾ ഡോക്ടറെ വിളിക്കേണ്ടതായുണ്ട്. ഇപ്പോൾ ഇത് തന്നെയാണ് പതീത ലോകം. നിങ്ങൾ പാവനമായിക്കൊണ്ടിരിക്കുന്നു. പറയാറുണ്ട് ആത്മാവും പരമാത്മാവും വളരെ കാലം വേർപെട്ടിരുന്നു. പിന്നീട് എപ്പോഴാണോ പരമപിത പരമാത്മാവ് അനേകം ആത്മാക്കളുടെ ഇടയിലേക്ക് വരുന്നത്, അപ്പോൾ അതിനെ പറയുന്നു സംഗമത്തിന്റെ കുംഭമേള എന്ന്. മനുഷ്യർ കുംഭമേളയിൽ വളരെ ദാനം ചെയ്യാറുണ്ട്. അത് സാധു സന്യാസിമാർക്കും ഗവൺമെന്റിനും വരുമാനമാകും. ഇവിടെ നിങ്ങൾക്ക് ശരീരം, മനസ്സ്, ധനം സഹിതം എല്ലാം ദാനം ചെയ്യേണ്ടതായുണ്ട് പതിത പാവനനായ ബാബയ്ക്ക്.
ബാബ പിന്നീട് നിങ്ങളെ ഭാവിയിൽ സ്വർഗത്തിന്റെ അധികാരിയാക്കുന്നു. അവർ പേര് പറയുന്നത് ത്രിവേണിയുടെയും ദാനം ചെയ്യുന്നത് സാധു സന്യാസിമാർക്കുമാണ്. വാസ്തവത്തിൽ സംഗമം എന്ന് അതിനെയാണ് പറയുക. എവിടെയാണോ എല്ലാ നദികളും വന്ന് സാഗരത്തിൽ ചേരുന്നത്, അവിടെയാണെങ്കിൽ സാഗരമൊന്നുമില്ല, നദികളാണ് പരസ്പരം ചേരുന്നത്. നദികളുടെയും സാഗരത്തിന്റെയും മിലനത്തെ തന്നെയാണ് സത്യമായ മേളയെന്ന് പറയുന്നത്. എന്നാൽ ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. ഇതിൽ ഗവൺമെന്റിന് ട്രെയിൻ, മോട്ടോർ വാഹനങ്ങൾ, ഭൂമി മുതലായവയുടെ വളരെ ലാഭമുണ്ടാകുന്നു. അതുകൊണ്ട് ഇത് കാശുണ്ടാക്കുന്ന മേള ആകുന്നു. ഈ കാര്യങ്ങളെ നിങ്ങൾ കുട്ടികൾക്ക് വിലയിരുത്താൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈശ്വരീയ മതത്തിലാണ്. അതുകൊണ്ട് കുംഭമേളയുടെ അർത്ഥം പുറത്തു കൊണ്ടുവരണം. ബാബ ഇങ്ങനെയുള്ള പദ്ധതി തരികയാണ്. ആരാണോ വിവേകശാലിയായവർ അവർ ഇത് ഏറ്റെടുക്കണം. എല്ലാവരെക്കാളും നമ്പർ 1 വിവേകശാലി അത് മമ്മയാണ്. രണ്ടാമത് സഞ്ജയനും, അതായത് ജഗദീഷ് ഭായി. അവർക്ക് പിന്നെ വിതരണം ചെയ്യാനായി നോട്ടീസ് ഉണ്ടാക്കേണ്ടതായിയുണ്ട്. ഈ ത്രിവേണി പതിത പാവനി അല്ല. പതിത പാവനൻ അത് സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു ശിവബാബയാണ്. ത്രിവേണിയെ സദ്ഗതി ദാതാവെന്ന് പറയില്ല. ഈ നദികൾ ഇവിടെ തന്നെയുണ്ട്, വരേണ്ട കാര്യമില്ല. പാടുന്നു, പതിത പാവന വരൂ, വന്ന് പാവനമാക്കൂ. അതുകൊണ്ട് നോട്ടീസ് അടിക്കണം, സഹോദരന്മാരെ സഹോദരിമാരെ. എന്താ പതിത പാവനൻ ജ്ഞാനസാഗരനായ പരമപിത പരമാത്മാവാണോ അതോ നദികളാണോ? ഇവയാണെങ്കിൽ സദാ തന്നെയുണ്ട്. പരമാത്മാവിനെയാണെങ്കിൽ വരുന്നതിനു വേണ്ടി വിളിക്കുന്നു. വാസ്തവത്തിൽ പതിത പാവനൻ ഒരു പരമാത്മാവാണ്. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപെട്ടിരുന്നു. ആ സദ്ഗുരു വന്ന് എല്ലാവരെയും സദ്ഗതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. ജ്ഞാനസ്നാനം വാസ്തവത്തിൽ പരംപിത പരമാത്മാവിൽ നിന്ന് ചെയ്യണം. പാവന ലോകത്തിന്റെ സ്ഥാപന പരംപിത പരമാത്മാവാണ് ചെയ്യിക്കുന്നത്. നിങ്ങൾ അവരെ അറിയുന്നില്ല. ഭാരതം എപ്പോഴായിരുന്നു ശ്രേഷ്ഠാചാരിയായിരുന്നത്? അപ്പോൾ ഇവിടെ ദേഹി അഭിമാനി ദേവതകൾ വസിച്ചിരുന്നു. അതിനെ ശിവാലയമെന്ന് പറയുന്നു. ഇപ്പോൾ കുംഭമേളയിൽ പോയി കുട്ടികൾക്ക് പ്രദർശിനി വെക്കണം, മനസ്സിലാക്കി കൊടുക്കാനായി. മനസ്സിലാക്കി കൊടുക്കണം, പതിത പാവനൻ ഒരു ബാബയാണ്. ബാബ പറയുകയാണ്, ഞാൻ വരുന്നത് തന്നെ അപ്പോഴാണ്, എപ്പോഴാണോ പതിതത്തിൽ നിന്ന് പാവനമാക്കേണ്ടതായി ഉള്ളത്. അതുകൊണ്ട് പ്രതിജ്ഞ ചെയ്യേണ്ടതുമുണ്ട്. രക്ഷാബന്ധനം ഭഗവാനോട് സംബന്ധം വെക്കുന്നതാണ്, അല്ലാതെ സന്യാസിമാരോടല്ല. പ്രതിജ്ഞ പരമാത്മാവിനോടാണ് ചെയ്യുന്നത്, അല്ലാതെ ത്രിവേണിയോടല്ല. അല്ലയോ ബാബ, ഞങ്ങൾ അങ്ങയുടെ ശ്രീമതത്തിലൂടെ പാവനമാകുന്നതിന് വേണ്ടി പ്രതിജ്ഞ ചെയ്യുന്നു. ബാബയും പറയുന്നു, ഞാൻ നിങ്ങളെ പാവന ലോകത്തിന്റെ അധികാരിയാക്കും. ഇതാണ് ബാബയുടെ സൂചന. ഇതിൽ വളരെ തീവ്രമായി സേവനം ചെയ്യുന്നവർ വേണം. ചിത്രവും കൂടുതൽ ഉണ്ടാക്കേണ്ടതായിയുണ്ട്. ഇതിനുവേണ്ടി നല്ല മണ്ഡപം എടുക്കേണ്ടതായിയുണ്ട്. നിങ്ങൾക്ക് വളരെ ശത്രുക്കളും ഉണ്ടാകും. ചിലപ്പോൾ തീയിടാൻ പോലും മടിക്കില്ല. ആരെങ്കിലും പ്രശ്നമുണ്ടാക്കുമെന്നുണ്ടെങ്കിൽ അവർ ചീത്ത പറയാൻ തുടങ്ങുന്നു. നിങ്ങൾ നിരഹങ്കാരിയായി ശാന്തമായി ഇരിക്കണം. ബ്രഹ്മകുമാരിമാരാണെങ്കിൽ പ്രസിദ്ധമായിരിക്കുന്നു. നോട്ടീസ് മുതലായവ തീർച്ചയായും വിതരണം ചെയ്യണം. കുംഭമേളയ്ക്ക് വിശേഷിച്ച മഹത്വം കൊടുക്കുന്നുണ്ട്. വാസ്തവത്തിൽ മഹത്വം ഇപ്പോഴത്തേതാണ്. ഇതും ഡ്രാമയുടെ കളിയാണ്. അവിടെ നിന്നും ആരുടെയെങ്കിലും മംഗളമുണ്ടാകും. എന്നാൽ പരിശ്രമമുണ്ട്. മുള്ളുകളെ പുഷ്പമാക്കുന്നതിൽ പരിശ്രമമുണ്ട്. കുംഭമേളയിൽ
പ്രദർശിനി നടത്തുന്നതിൽ ധൈര്യം വേണം. ഒരു വിഘ്നവും ഉണ്ടാകാതിരിക്കാൻ അറിവും തിരിച്ചറിവും വേണം. നിങ്ങൾ തെളിയിക്കണം പതിത പാവനൻ ആരാണ്. മനുഷ്യർ പാവന ലോകമായ സ്വർഗത്തെ ഓർമ്മിക്കുന്നുമുണ്ട്. ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ പറയുന്നു, ഇന്നയാൾ സ്വർഗവാസിയായി. അവിടെയാണെങ്കിൽ വളരെ സാധന സാമഗ്രികളുണ്ട്. അവിടെ നിന്ന് വീണ്ടും ഇവിടേക്ക് വിളിച്ചു കഴിപ്പിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ശ്രീനാഥന്റെ ക്ഷേത്രത്തിൽ കാണാം എത്ര വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ശ്രീനാഥപുരിയും ജഗന്നാഥപുരിയും വാസ്തവത്തിൽ ഒരേ കാര്യം തന്നെയാണ്. എന്നാൽ അവിടെ ശ്രീനാഥന്റെ ക്ഷേത്രത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം ജഗന്നാഥ ക്ഷേത്രത്തിൽ കേവലം സാധാരണ അരിയുടെ പ്രസാദം മാത്രമാണ് വെക്കുന്നത്. നെയ് മുതലായവ ഒന്നുമില്ല. ഇതിന്റെ വ്യത്യാസം പറയുകയാണ്. വെളുത്തതാണെങ്കിൽ ഇങ്ങനെയുള്ള വിഭവങ്ങളും കറുത്തതാണെങ്കിൽ ഈ ഉണങ്ങിയ അരിയും. വളരെ വലിയ രഹസ്യമാണ്. ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. ശ്രീനാഥ ക്ഷേത്രത്തിൽ ഇത്രയും പ്രസാദം വെക്കുന്നുണ്ടെങ്കിൽ പൂജാരിമാർ പിന്നെ കടകളിൽ വിൽക്കുന്നുമുണ്ട്. അവരുടെ സമ്പാദ്യത്തിന്റെ ആധാരവും അതിലാണ്. കിട്ടുന്നത് സൗജന്യമായാണ്, പിന്നീട് സമ്പാദിക്കുന്നു. അപ്പോൾ നോക്കൂ എത്ര അന്ധവിശ്വാസത്തിന്റെ കാര്യങ്ങളാണ്. ഇതാണ് ഭക്തിമാർഗം. ജ്ഞാനമാർഗം സദ്ഗതിയുടെ മാർഗമാണ്. ഗംഗാസ്നാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകില്ല. വളരെ യുക്തിയോടെ മനസ്സിലാക്കി കൊടുക്കണം. ഏതുപോലെയാണോ എലി ഊതുകയും കടിക്കുകയും ചെയ്യുന്നത്, വളരെ സാമർഥ്യം തന്നെ വേണം മനസ്സിലാക്കാനും പിന്നീട് മനസ്സിലാക്കി കൊടുക്കാനും. എത്ര സൂക്ഷ്മമായ കാര്യങ്ങളാണ്. മനുഷ്യർ പറയുന്നുണ്ട്, ഹേ പരമപിത പരമാത്മാവേ, അങ്ങയുടെ ഗതിയും മതവും അങ്ങയ്ക്ക് മാത്രമേ അറിയൂ. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. അങ്ങയുടെ ശ്രീമതത്തിലൂടെ എന്ത് സദ്ഗതിയാണോ ലഭിക്കുന്നത് അത് അങ്ങയ്ക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. വേറെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരാളാണ്. സർവം എന്ന അക്ഷരം തീർച്ചയായും ചേർക്കണം. വളരെയധികം മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നാൽ മനസ്സിലാക്കി വളരെ കുറച്ചു പേരെ വരുന്നുള്ളൂ. പ്രജകൾ വളരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യർ ഈശ്വരന്റെ നാമത്തിൽ വളരെ ദാനപുണ്യം ചെയ്യുകയാണെങ്കിൽ ഒരു ജന്മത്തേക്ക് ഫലം ലഭിക്കുന്നു. ഈശ്വരാർത്ഥം ദാനം ചെയ്യുന്നതിലൂടെ ശക്തി ലഭിക്കുന്നു. അവർ ഈ ഈശ്വരനെ അറിയുന്നില്ലെങ്കിൽ ശക്തിയും ഉണ്ടായിരിക്കില്ല. ഹിന്ദുക്കൾക്ക് ഗുരു ഗോസായിമാർ അനേകമുണ്ട്. ക്രിസ്ത്യാനികളുടേത് നോക്കുകയാണെങ്കിൽ ഒന്നാണ്. ഒന്നിന് എത്ര ആദരവാണ്. ധർമ്മം ശക്തിയാണെന്ന് പറയാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ധർമ്മത്തെ മനസ്സിലാക്കി. അപ്പോൾ എത്ര ശക്തിയാണ് ലഭിക്കുന്നത്? ബാബ പറയുന്നു, കുട്ടികളെ, എല്ലാവർക്കും ഈ വശീകരണ മന്ത്രം നൽകൂ. കുട്ടികളോട് ബാബ പറയുന്നു, നിങ്ങൾ എവിടെ നിന്നാണോ വന്നത് അവരെ ഓർമ്മിക്കുകയാണെങ്കിൽ അന്തിമ മനം എങ്ങനെയോ അതുപോലെ ശ്രേഷ്ഠമാകും. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമാണ് പാവനമാകാൻ സാധിക്കുന്നത്, പാപം ഭസ്മമാകുന്നത്. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. അതിലൂടെ മുഴുവൻ ചക്രവും ബുദ്ധിയിൽ വരുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിഞ്ഞുകൊണ്ടും ദേഹത്തിന്റെ സർവസംബന്ധത്തിൽ നിന്നും ബുദ്ധിയെ വേർപെടുത്തി ബാബയോടൊപ്പം ചേർക്കുന്നതിന്റെ പുരുഷാർത്ഥം ചെയ്യണം. പിന്നീട് അന്തിമത്തിലും അതേ ഓർമ്മ വരണം. മറ്റാരുടെയെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, പദവി കുറയും. അതുകൊണ്ട് വാസ്തവത്തിൽ കുംഭമെന്ന് പറയുന്നത് കൽപ്പത്തിന്റെ സംഗമത്തെയാണ്. എപ്പോഴാണോ ആത്മാക്കളും പരമാത്മാവും കണ്ടുമുട്ടുന്നത്, പരമാത്മാവ് തന്നെയാണ് വന്ന് രാജയോഗം പഠിപ്പിക്കുന്നത്. ബാബ പുനർജന്മരഹിതനാണ്. എന്നാൽ കുട്ടികൾ പോലും മനസ്സിലാക്കുന്നില്ല. ശ്രീമതത്തിലൂടെ നടക്കുന്നില്ലെങ്കിൽ തോണി എങ്ങനെ അക്കരെ എത്തും?
തോണി അക്കരെ എത്തുകയെന്നാൽ രാജപദവി നേടുക എന്നാണ്. ശ്രീമതത്തിലൂടെ മാത്രമാണ് രാജ്യപദവി ലഭിക്കുന്നത്. ശ്രീമതത്തിലൂടെ നടക്കുന്നില്ലെങ്കിൽ അവസാനം നശിച്ചു പോകുന്നു. കൂടെ ആ പ്രിയതമകളാണ് വരിക. ആരുടെ ദീപമാണോ തെളിഞ്ഞിരിക്കുന്നത്, ആരുടെ ദീപമാണോ അണഞ്ഞിരിക്കുന്നത്, അവരൊരിക്കലും കൂടെ വരില്ല. അനന്യരായ കുട്ടികൾ തന്നെയാണ് പോകുക. ബാക്കി നമ്പർ അനുസരിച്ച് പുറകെ വരും. എന്നാൽ പവിത്രമായി എല്ലാവരും മാറും. എല്ലാ ആത്മാക്കളും ഒരുപോലെ ശക്തിയുള്ളവരാകില്ല. ഓരോ ആത്മാവിന്റെയും പാർട്ട് അവരവരുടേതാണ്. ഒരുപോലെ പദവി ലഭിക്കുകയില്ല. അന്തിമത്തിൽ എല്ലാവരുടെയും പാർട്ട് വ്യക്തമാകും. വൃക്ഷം എത്ര വലുതാണ്, എത്ര മനുഷ്യരാണ്, മുഖ്യമായുള്ള ഏതെല്ലാം ചില്ലകളും ശാഖകളുമാണോ അത് കാണാൻ കഴിയും. മുഖ്യമായുള്ളത് ഫൗണ്ടേഷനാണ്. ബാക്കിയെല്ലാം പിന്നീട് വരുന്നതാണ്. അതിൽ ശക്തി കുറവായിരിക്കും. സ്വർഗത്തിലേക്ക് എല്ലാവർക്കും വരാൻ സാധിക്കില്ല. ഭാരതം തന്നെയായിരുന്നു സ്വർഗമായിരുന്നത്. ഭാരതത്തിനു പകരം ജപ്പാൻ ഖണ്ഡം സ്വർഗമാകുമെന്നല്ല. ഇങ്ങനെ സംഭവിക്കുകയില്ല. ശരി, മധുരമധുരമായ ബാബ്ദാദയുടെ മാതാപിതാവിന്റെ ഓമന വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ ജ്ഞാന നക്ഷത്ര കുട്ടികൾക്ക് സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. രാത്രി ക്ലാസ് 24/4/1968 കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മറ്റ് ധർമ്മസ്ഥാപകർക്കാർക്കും എല്ലാവരുടെയും മംഗളം ചെയ്യാൻ സാധിക്കില്ല. അവർ വരുന്നു, എല്ലാവരെയും കൊണ്ടുവരുന്നു. ആരാണോ മുക്തമാക്കി വഴി കാണിക്കുന്നത് അവർക്ക് മാത്രമാണ് മഹിമയുള്ളത്. അവർ ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഭാരതം ഏറ്റവും ഉയർന്ന ദേശമായി. ഭാരതത്തിന്റെ വളരെ മഹിമ ചെയ്യണം. ബാബ തന്നെയാണ് വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നത്. അപ്പോൾ മാത്രമാണ് ശാന്തി ഉണ്ടാകുന്നത്. വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരുന്നു സൃഷ്ടിയുടെ ആദിയിൽ. ഭാരതത്തിൽ ഒരു ധർമ്മമായിരുന്നു. ഇപ്പോൾ അനേക ധർമ്മമുണ്ട്. ബാബ തന്നെയാണ് വന്ന് ശാന്തി സ്ഥാപിക്കുന്നത്. കൽപ്പം മുമ്പത്തേതുപോലെ ചെയ്യുന്നു. നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം ലഭിച്ചതുകൊണ്ട് വിചാരസാഗര മന്ഥനം നടക്കുന്നു. മറ്റാരുടെയും നടക്കുന്നതേയില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ദേഹ അഭിമാനം കാരണം ദേഹത്തെ തന്നെ പൂജിക്കുന്നു. ആത്മാവ് പുനർജന്മം ഇവിടെ തന്നെയല്ലേ എടുക്കുക. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പാവനമായിട്ടുള്ളത് ഒന്നു മാത്രമാണ്. ബാബ തന്നെയാണ് ഗുപ്തജ്ഞാനം നൽകുന്നത്. അതിലൂടെ സർവരുടെയും സദ്ഗതി ഉണ്ടാകുന്നു. ബാക്കി ഹനുമാൻ, ഗണേശൻ മുതലായവരെ പോലെ ആരും ഉണ്ടാകുക തന്നെയില്ല. ഇവരെല്ലാവരെയും പറയുന്നത് പൂജാരി എന്നാണ്. ശരി, ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛന്റെയും ദാദയുടെയും സ്നേഹസ്മരണകളും ശുഭരാത്രിയും. ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛന്റെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി സർവസംബന്ധങ്ങളിൽ നിന്ന് ബുദ്ധിയോഗം വേർപെടുത്തി ഒരു ബാബയോട് ചേർക്കണം. അന്തിമ സമയത്തിൽ ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മ വരരുത്. 2. നിരഹങ്കാരിയായി ശാന്തിയിലിരുന്ന് മുള്ളുകളെ പുഷ്പമാക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യണം. ശ്രീമത്തനുസരിച്ച് അന്ധരുടെ ഊന്നുവടിയാകണം. പാവനമായി പാവനമാക്കി മാറ്റണം. വരദാനം: സമർത്ഥ സങ്കല്പങ്ങളിലൂടെ സമ്പാദ്യത്തിന്റെ കണക്ക് വർദ്ധിപ്പിക്കുന്ന ഹോളി ഹംസമായി ഭവിക്കട്ടെ. ഹംസം കല്ലുകളും രത്നങ്ങളും വേർതിരിച്ചെടുക്കുന്നതുപോലെ താങ്കൾ ഹോളി ഹംസങ്ങൾ, അതായത് സമർത്ഥതയെയും വ്യർത്ഥത്തെയും തിരിച്ചറിയുന്നവരാണ്. ഹംസം ഒരിക്കലും കല്ലുകൾ കൊത്തിയെടുക്കില്ല.
കൊത്തിപ്പെറുക്കി വേണ്ടാത്തതിനെ ഉപേക്ഷിക്കുന്നു, സ്വീകരിക്കില്ല. അതുപോലെ താങ്കൾ ഹോളി ഹംസങ്ങൾ വ്യർത്ഥത്തെ ഉപേക്ഷിച്ച് സമർത്ഥ സങ്കല്പങ്ങളെ ധാരണ ചെയ്യുന്നു. വ്യർത്ഥം വളരെ കാലം കേട്ടു, പറഞ്ഞു, ചെയ്തു. പക്ഷെ അതിന്റെ പരിണാമത്തിൽ എല്ലാം തന്നെ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്നവരല്ല, സമ്പാദ്യത്തിന്റെ കണക്ക് വർദ്ധിപ്പിക്കുന്നവരാകൂ. സ്ലോഗൻ: സ്വയം ഈശ്വരീയ മര്യാദകളുടെ കങ്കണത്തിൽ ബന്ധിക്കൂ, എങ്കിൽ സർവബന്ധനങ്ങളും സമാപ്തമാകും. ഓം ശാന്തി.